ഇന്ന് നമുക്ക് അങ്കമാലിക്കാരുടെ സ്വന്തം മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോളയും നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പച്ചമുളക് നീളത്തിലാണ് മുറിച്ചിട്ടേക്കുന്നത്. എപ്പോഴും നമ്മൾ സവോള കൊത്തിയരിയൊന്നും ചെയ്യരുത്, ഇതുപോലെ നല്ല നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് വരാൻ എടുക്കത്തില്ല, അതുപോലെ നല്ല നേരിയതായിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത്, അതൊരു 1/4 ടീസ്പൂൺ മതി, കുറച്ച് മല്ലിപ്പൊടി മതി. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. ഒരടപ്പ് വിനാഗിരി ഇല്ലേ, സുർക്ക എന്നൊക്കെ പറയും, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിച്ചിരിയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഉടച്ച് തിരുമിയെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാങ്ങാക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തിരുമി എടുക്കുന്നതിലാണ് ഇരിക്കുന്നത്. ഇത് 3 പേർക്കുള്ളൊരു അളവാണ് ഞാൻ കാണിക്കുന്നത്. നന്നായിട്ടിങ്ങനെ ബലം പിടിച്ച് തന്നെ തിരുമി ഉടച്ച് ഞെരടി ഇങ്ങനെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ മാങ്ങാക്കറി എന്ന് പറയുന്നത്. ഈ ഒരു മാങ്ങാക്കറിയും പോർക്ക് റോസ്റ്റും അല്ലെങ്കിൽ പോർക്ക് ഫ്രൈയും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടുത്തെ കല്യാണങ്ങളിലും വിളമ്പുന്നൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ സെറ്റ് ചെയ്തിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ടിങ്ങനെ ഞെരടി വരണം, പച്ചമുളകും നന്നായിട്ട് ഉടച്ച് വരണം. ഇതാണ്ട ഈ ഒരു പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒതുക്കി നീക്കി കൂട്ടിയിട്ട് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് ഉരുട്ടി ഒരറ്റത്തോട്ട് ഒതുക്കി അങ്ങ് മാറ്റി വെച്ചേക്കാമേ. ഇതുപോലെ തന്നെ നന്നായിട്ടിങ്ങനെ ഉടച്ചെടുക്കണേ. ഒന്നിനി ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്കതങ്ങ് അടച്ച് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഒരു 15-20 മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചേക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ നല്ല പുളിയുള്ളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ദശക്കട്ടിയുള്ള മാങ്ങ തന്നെ ഇതിനെടുക്കാൻ ശ്രമിക്കണേ. പെട്ടെന്നിങ്ങനെ വെന്ത് ഉടഞ്ഞ് അലുത്ത് പോകുന്ന മാങ്ങ ഉണ്ടല്ലോ, അതെടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ മാങ്ങയുടെ തൊലി ഞാൻ ഫുള്ള് ചെത്തി കളഞ്ഞിട്ടില്ല, അവിടെ ആയിട്ടൊന്ന് ചെത്തിയിട്ടേ ഉള്ളേ. ഇത് കിളിച്ചുണ്ട മാങ്ങയാണ് കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് തിരുമ്മി അങ്ങ് വെച്ചേക്കണേ. അങ്ങനത്തെ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഈ ഒരു സവാള കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പുരട്ടി യോജിപ്പിച്ചെടുക്കുവാണ്. കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ മാങ്ങയും അതുപോലെ തന്നെ സവാള ഞെരടി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. എന്നിട്ട് തവി കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനിയാണ് ഗ്യാസ് കത്തിക്കാൻ പോകുന്നത്. എന്നിട്ട് പതിയെ ഇങ്ങനെ ഉടഞ്ഞു പോകാതെ, കഷ്ണങ്ങളൊന്നും കുത്തി ഉടച്ച് കളയാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. നന്നായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചൊക്കെ വെച്ച് കൊടുക്കാം, കാരണം ഈ മാങ്ങയും സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. പെട്ടെന്ന് തന്നെ വെന്തോളും, കാരണം ഈ സവാള നമ്മൾ നേരിയതായിട്ടാണ് അരിഞ്ഞത്. അതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് തിരുമ്മിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ചിലർ ഇത് നന്നായിട്ട് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്, ചോറിൽ നന്നായിട്ട് ഒഴിച്ച് കഴിക്കുന്ന പാകത്തിൽ. ഞാൻ അത്രത്തോളം ലൂസാക്കിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് 3 പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. മാത്രമല്ല ഞങ്ങളിവിടെ ഉച്ചക്കലത്തേക്ക് ഒരു നേരത്തേക്ക് എടുക്കാറുള്ളൂ, രാത്രി ഞങ്ങൾ ചോറെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അത്രയും ലൂസാക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസാക്കാമേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാമേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു കറി കഴിക്കാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാങ്ങയൊന്നും വെന്തുടഞ്ഞിട്ടില്ല എന്ന്. ശരിക്കും ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ആലുവയിലുള്ള എൻ്റെ നാത്തൂനാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും മാങ്ങ കിട്ടുമ്പോൾ ഇത് ചെയ്ത് നോക്കണമെന്നേ. ഇനി നമുക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവ, ഒരുപാടൊന്നും വേണ്ട, ഒരു ഇച്ചിരിയും ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മണി ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക് മുറിച്ചത്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകത്തില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് തന്നെ ആ താളിച്ചത് ഒഴിച്ചു കൊടുക്കാമേ.
ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് മൂടിക്കാം. ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ആ കടുക് താളിച്ചതിൻ്റെ മണമൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. നല്ല അടിപൊളിയായിട്ടുള്ള അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.